ഇപ്പോൾ SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോ കൂടി ചേരുകയാണ് ഈ ഘട്ടത്തിൽ. ആർഷോ, ആ ദൃശ്യങ്ങൾ വേദനിപ്പിക്കുന്നതാണ്. കാരണം സ്വാതന്ത്ര്യ സമരത്തിലടക്കം പങ്കെടുത്ത വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ യശസ്സുള്ള കേരളത്തിൽ, SFIയെ പോലെയുള്ള ധീരമായ സംഘടനകളുള്ള കേരളത്തിൽ എങ്ങനെ കോട്ടയം കോളേജിൽ അത് സംഭവിച്ചു? അത് അത്രയേറെ ക്രൂരതയാണ്. ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സ് തന്നെ ഉടഞ്ഞു പോകുന്നു. PM ആർഷോ, ക്രൂരവും ഞെട്ടിപ്പിക്കുന്നതുമായിട്ടുള്ള ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. അതിന്റെ തുടർച്ചയിൽ വന്നുകൊണ്ടിരിക്കുന്ന ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന വിവരങ്ങളും സൂചിപ്പിക്കുന്ന അങ്ങേറ്റം ക്രൂരമായ ക്രിമിനൽ പ്രവർത്തനമാണ് അവിടെ നടന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ഒരാൾക്കും അംഗീകരിക്കാൻ വേണ്ടി കഴിയാത്ത മനസാക്ഷിയുള്ള മനുഷ്യരെ ആകെ പ്രയാസപ്പെടുത്തുന്ന നിലയിലേക്കുള്ള അക്രമ പ്രവർത്തനം നടത്തിയിട്ടുണ്ട് അവിടെ. ആ പ്രവർത്തനങ്ങൾക്കാകെ നേതൃത്വം കൊടുത്തിട്ടുള്ള ക്രിമിനലുകൾ അതിശക്തമായ നിലയിലുള്ള നിയമ നടപടിക്ക് വിധേയമാകേണ്ടതായിട്ടുണ്ട്. കൃത്യമായ ശിക്ഷ ഒരു നിലയ്ക്കും ഒരാൾക്കും ഇതുപോലുള്ള അരാജക പ്രവർത്തനങ്ങൾ ആവർത്തിക്കാൻ തോന്നിപ്പിക്കാത്ത നിലയിലേക്കുള്ള ശിക്ഷ നിയമ നടപടികൾ ഈ പറഞ്ഞ അതാണ്. ആ കലാലയ രാഷ്ട്രീയമില്ല, അതുകൊണ്ടാണ് അത്തരത്തിൽ മനോഹരമായ ആചാരങ്ങൾ ഉണ്ടാകുന്നത്. PM ആർഷോ അതുകൂടി. അതെ 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 ഈ പറഞ്ഞ നമ്മൾ ഈ ദിവസങ്ങളിൽ ഇപ്പോ ഇതിനോട് ചേർത്ത് വെച്ച് വായിക്കേണ്ടുന്ന ഒന്നിലധികം അനുഭവങ്ങളുണ്ട് എന്നുള്ളതാണ്. ഈ ദിവസങ്ങളിൽ തന്നെ പുറത്തേക്ക് വന്നിട്ടുള്ള റാഗിങ്ങുമായി ബന്ധപ്പെട്ട വാർത്തകൾ. ഇപ്പൊ കോഴിക്കോട് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടിട്ട് റാഗിന്റെ വാർത്ത വന്നു. ചോയ്സ് സ്കൂളുമായി ബന്ധപ്പെട്ട് മെഹറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഈ നിലയിൽ ഉള്ള അരാജക പ്രവർത്തനങ്ങളെയൊക്കെ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒരു ഘട്ടത്തിൽ പുറത്തു നിർത്തിയിട്ടുള്ളതായിരുന്നു. ഇതിന്റെയൊക്കെ കേന്ദ്രമായിരുന്നിടത്തു നിന്ന് വലിയ പ്രവർത്തനങ്ങളുടെ വലിയ ക്യാമ്പയിൻ പ്രവർത്തനങ്ങളുടെയൊക്കെ തുടർച്ചയിലാണ് ഇത്തരം വിപത്തുകളെ പുറത്തു നിർത്തിയത്. ഇതിനെയൊക്കെ വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘങ്ങൾ, ശ്രമങ്ങൾ ഇവരെയൊക്കെ ഈ ഘട്ടത്തിൽ തന്നെ മുളയിലെ നുള്ളാൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. അതിന് അതിശക്തമായിട്ടുള്ള നിയമ നടപടിയോടൊപ്പം തന്നെ വളരെ കൃത്യതയോടുകൂടെയുള്ള ക്യാമ്പയിൻ പ്രവർത്തനങ്ങളും ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. ഞങ്ങൾ എന്തായാലും അതിനാവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്തും. നമ്മുടെ ക്യാമ്പസുകൾ തീർച്ചയായും SFI എല്ലാ കാലവും ഒരു ആന്റി റാഗിംഗ് മൂവ്മെന്റുകൾ ഓരോ ക്യാമ്പസും കേന്ദ്രീകരിച്ച് നടത്തുകയും അതിന്റെ ഫലം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ സമ്മേളനം വരാനിരിക്കുന്നു. ഇത് കൂടി ഒരു പുതിയ അജണ്ടയായി വീണ്ടും അതിൻ്റെ പ്രസക്തി, ആന്റി റാഗിംഗ് മൂവ്മെന്റുകളുടെ പ്രസക്തി, സെല്ലുകളുടെ പ്രസക്തി ഉന്നയിച്ചുകൊണ്ട് ആ സമ്മേളനത്തിൽ അതൊരു പക്ഷേ ഒരു അജണ്ടയായി പ്രതിഫലിക്കുമോ? തീർച്ചയായും ഞങ്ങളെ സംബന്ധിച്ച് അത് പുതുതായി എടുക്കേണ്ടുന്ന ഒരു അജണ്ടയല്ല. ഒരു അധ്യയന വർഷം ആരംഭിക്കുന്ന ഘട്ടത്തിൽ ഏറ്റവും ആദ്യം ഞങ്ങൾ നടത്തുന്ന പ്രവർത്തനം ആന്റി റാഗിംഗ് ക്യാമ്പയിൻ തന്നെയാണ്. ഞങ്ങളെ മെമ്പർഷിപ്പ് പ്രവർത്തനത്തിനും മുൻപേ ഞങ്ങൾ ആരംഭിക്കുന്ന പ്രവർത്തനം ആന്റി റാഗിംഗ് ക്യാമ്പയിനാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിനേറ്റവും കരുത്തുള്ള തുടർച്ചയുണ്ടാകും എന്നുള്ളതാണ്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിപ്പോ ഈ കഴിഞ്ഞ നാളുകൾ വരെ ഞങ്ങളെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഞങ്ങൾക്ക് സംഘടനാ സംവിധാനമുള്ള ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ചും സ്കൂളുകൾ കേന്ദ്രീകരിച്ചും മാത്രമായിരുന്നുവെങ്കിൽ അതല്ലാത്ത വിദ്യാർത്ഥി സംഘടനകൾക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം ഇല്ലാത്ത മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കകത്തേക്കും ആ ക്യാമ്പയിനുകൾ വിപുലപ്പെടുത്തേണ്ടുന്നതിന്റെ ആവശ്യകതയാണ് ഇപ്പൊ നമ്മുടെ മുൻപിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഈ അനുഭവങ്ങൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കകത്തേക്കും ആ പ്രവർത്തനങ്ങളെ വ്യാപിപ്പിക്കുന്നതിനാവശ്യമായ ഇടപെടൽ സ്വാഭാവികമായും ഞങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കൊക്കെ തീരുമാനമെടുത്ത് പോകുമെന്ന്. അതാണ് ശരിയാണ്. അതൊരു അടിവരയിടേണ്ടതാണ്. അത് ഒന്ന് ആവർത്തിക്കേണ്ടതുമാണ്. SFI സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ PM ആർഷോ, അതായത് ഈ കലാലയ രാഷ്ട്രീയം ഉള്ള ക്യാമ്പസുകൾ മാത്രമല്ല, വിദ്യാർത്ഥി സമൂഹത്തെ ഒന്നായി കണ്ടുകൊണ്ടുള്ള ഒരു ഇടപെടൽ ഈ അർത്ഥത്തിൽ SFI നടത്തും. അതാണ് താങ്കൾ സൂചിപ്പിച്ചത് അല്ലേ? അതെ, തീർച്ചയായിട്ടും. എവിടെയെല്ലാം വിദ്യാർത്ഥികളുണ്ടോ അവിടങ്ങളിലേക്ക് മുഴുവൻ ഈ പ്രവർത്തനങ്ങളെ വ്യാപിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതിനാവശ്യമായിട്ടുള്ള ഇടപെടൽ തീർച്ചയായും. എന്തായിരുന്നാലും PM ആർഷോ SFI സംസ്ഥാന സെക്രട്ടറിയാണ് നമ്മളോട് ഈ വിഷയത്തെ സംബന്ധിച്ച് പങ്കുവച്ചത്.